എന്നിട്ട് എന്ത് കാണിക്കണമെന്ന് അവനെ തന്നെ അറിഞ്ഞൂടാ. കാണിക്കുകയാണ്. ഇത് നമ്മുടെ പള്ളിയിലെ പൂക്കളാണ്, ക്രിസ്മസ് ട്രീ. ഇത് കാണാൻ പള്ളിയിലെ മറ്റംഗങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. പണിയെടുക്കുന്ന സാനിച്ചേട്ടൻ, സിനി, പള്ളിയിലെ ആൾക്കാർ അവരവിടെ ഇരുന്ന് ചർച്ച, ഇതിനെക്കുറിച്ചുള്ള ക്രിസ്മസ് ചർച്ചകൾ. അപ്പോൾ നമ്മൾ 2 പീസ് വെച്ചു. 3ാമത്തെ പീസ് വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത പീസ് 1 2 3 4 പീസ് ഇപ്പോഴായി. അടുത്ത പീസ്. ഓക്കെ ആളുണ്ട്. അടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നു. കണ്ടോ, അതാണ് അവിടെയാണ് നമ്മൾ പരിപാടി ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പീസ് കൊണ്ടുപോവുകയാണ്. നമ്മുടെ വച്ച് കഴിയുമ്പോൾ നമ്മുടെ ട്രീ ഫിനിഷ് ആവും. ലാസ്റ്റ് പീസ് എല്ലാവരും ലാസ്റ്റ് പീസ് ആണ്. അക്ഷമല നോക്കിയിരിക്കുന്നത് ലാസ്റ്റ് പീസ്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ട്രീയിൽ ചുറ്റിയ ഒരു സംഭവം വീണ്ടും ചുറ്റി താഴെ ഫിനിഷ് ചെയ്യണം. പൊളിയാണ്. എല്ലാം വരെ കണ്ടേ, ചാനൽ വരെ കണ്ടേ. ബാക്കിയുള്ള വീഡിയോ എന്തൊക്കെയാ ക്രൂരമായ ചർച്ച. ദേശത്ത് നിന്ന് നമ്മുടെ പള്ളിയിലെ വീഡിയോകൾ ലൈവല്ല ഇത്, ചാനലില് 25-ാം പിന്നെ നമുക്ക് വേണ്ടി പള്ളിയിലെ കരോള് എൻഡ് ചെയ്ത് അതിന്റെ പ്രാർത്ഥന. പുൽക്കൂടിന്റെ കുറച്ച് പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. മരയത്തിന് വേണ്ടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ക്രിസ്മസ് ഇവരൊക്കെ നമുക്ക് പരിപാടി സെറ്റ് ചെയ്തത്. പള്ളിക്കൊക്കെ അലങ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പള്ളി. പള്ളി അലങ്കരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. കുറേ സാധനങ്ങളുടെ മണിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബക്കറ്റ് നിറയെ ബോളുകളുണ്ട്. ഇവിടെ ഇനി പച്ച വെച്ച് ട്രീ വെച്ച് സെറ്റ് ചെയ്യണം, ബോൾ കിട്ടണം, ബാക്കി കുറേ പരിപാടികളുണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രീതാൻറ്റി. എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കട്ട ഇട്ടായിരുന്ന രഞ്ജി സിംഗ് അങ്ക് കട്ടൻ കാണുന്ന പോലെ അല്ല. ജിഞ്ചറിന് ഒരു കടയുണ്ട്. പ്രൊമോഷൻ കേറ്റി പറ കട എന്തിൻ്റെ പ്ലൈവുഡ്. ആർക്കെങ്കിലും പ്ലൈവുഡ് വേണമെങ്കിൽ ജിൻചേനെ വിളിക്കാം. പുൽക്കൂട് പരിപാടി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ആവാറായി. ഈ ക്രിസ്മസ് ട്രീയിലിടാനുള്ള എൻ്റെ പേരെന്തിന് ബലൂണും ഈ ബോളും ബാക്കി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്തറിയുന്നത്. വിജലി ചേച്ചി ഹായ്. എനിക്ക് ടൈമിങ് ഒരിക്കൽ കൂടി ജിൻചേട്ടാ ഹായ്. ജിൻചാണ് പരിപാടി ചെയ്യുന്നോട്ടെ. പിന്നെ ഇങ്ങനെ മടക്കുന്നു. ശക്തനായ മനുഷ്യൻ ശക്തമായി ചെയ്യും. അവസാന ഘട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൊള്ളാമല്ലേ? കുഴപ്പമില്ല. ഇനി ഒരുപാട് ജോലിയുണ്ട് കേട്ടോ അത് ചെയ്ത് എത്തിക്കാൻ. അവിടെ മറ്റു സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതോട്ട് ഇവിടുത്തെ വിജലി ചേച്ചിയുടെ ഹസ്ബൻഡ് ചെറുക്കൻ നമ്മുടെ സരിഞ്ചാട്ട് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പള്ളി കത്തും അല്ലേ ചേട്ടാ? കത്തിക്കും. പുൽക്കൂൾ ചെയ്യുന്നു. സുചേട്ടാ ചാടല് ചാടിക്കോളൂ. 100 അടി മുകളിൽ നിന്നാണ് നമുക്കിപ്പോൾ ടാറ്റ കാണിക്കുന്നത്. സോറി ചേട്ടൻ. എടാ ഇവിടെ 300 അടി വീഴ്ചയിൽ നിന്ന്
വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ട്രീ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ പള്ളി. പള്ളിയിൽ ബാക്കി പരിപാടികൾ ഇവിടെ നടക്കണേ ഉള്ളൂ. അതിനാൻറ്റി എന്തോ ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി പോകുന്നു സാനിച്ചേട്ടന്. ഇവിടുന്ന് പൂക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്രീതാൻറ്റി. അഭിലാഷ് കൂടി സെറ്റ് ചെയ്തത് ഇവരും 3 പേരും. അത് കുറച്ച് പേരുണ്ട്, അവരിപ്പോൾ കാണാനില്ല. അപ്പോൾ നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം. എബി പറയും, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു പുൽക്കൂടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. പിന്നെ ഐഡിയ നമ്മളെ ബെന്നിച്ചേണ്ട ഐഡിയ ആണ്. ഇതാണ് ബെന്നി ഫുൾ സപ്പോർട്ട് നമ്മള് ഓട്ടോ ഒക്കെ ഓടിയത്. പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പരീക്ഷയുടെ കട്ട് ചെയ്ത് പണിയെടുത്ത് ഇതുപോലത്തെ 3 രാത്രി മണലൊക്കെ പോയെടുത്ത് മണലൊക്കെ പള്ളിയിലുണ്ടായിരുന്നു. മണലൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു ചിന്ത എങ്ങനെയാണെന്ന് ഈ ഒരു മോഡൽ അതായത് പറയും. ഇതിലെല്ലാം മോട്ടിവേഷൻ തൂങ്ങി നിൽക്കുന്നവരാണ്. ഇതിലേതാണ് അരുൺ? സർവീസ് മാനേജർ ക്രെഡിറ്റ് മാനേജർ. ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നന്ദ ചിരിക്കുന്ന നന്ദനായിട്ട് പരിചയപ്പെട്ടത്. നമ്മൾ ഇവിടുത്തെ ലൈറ്റും പരിപാടിയെല്ലാം നമുക്ക് സർജറാണ് സെറ്റ് ചെയ്ത്. സർജർ ചിരിക്കും. ഇവിടെ കാണുന്ന ഈ ലൈറ്റ്, ഇവിടെ ബാക്കി ട്രീയിലെ ലൈറ്റ് ഇതെല്ലാം ഉണ്ട് സെറ്റ് ചെയ്ത്. ബാക്കിയെല്ലാം അതത്രേ ഉള്ളൂ. CSA പാപ്പനം അതും കൂടി ഇവിടെ അടിച്ചു വെക്കുമല്ലോ. സെക്രട്ടറി ഇതാണ് നമ്മുടെ പള്ളിയിലെ സഭാ സെക്രട്ടറി ബിജു അമ്മൻ. നോക്കാമോ? ഇതാണ് നമ്മുടെ സഭാ സെക്രട്ടറി ബിജു അമ്മൻ. ആ, കാർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സർജറിന് എടുത്താൽ മതി. ക്രെഡിറ്റ് കാർഡ് നന്ദൻ. ഡ്രസ് എടുക്കണമെങ്കിൽ പാപ്പനോട് അതെടുത്ത് ജിനിച്ചേട്ടൻ എടുത്ത് ഫ്ലൈറ്റ് വേണ്ടെങ്കിൽ ജിനിച്ചേട്ടനായിട്ട് ബന്ധപ്പെടുക. ബിനോയ് ജിനിച്ചേട്ടൻ ബജാജിന്ന് ലോണ് കാർഡ് എന്നേ വേണമെങ്കിൽ ഔഷധ ഗുണമില്ലാത്ത വെറും വേസ്റ്റ് ഇതായിരിക്കണം. ഇനി ഒന്നുണ്ട്, എന്തിനാണ് ഇംഗ്ലീഷ് പഠിച്ചെന്ന് അറിഞ്ഞിടത്ത് ഒരു MA ലിറ്ററേച്ചർ പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. കൂട്ടത്തില് മാമച്ചൻ ഞങ്ങളെ വലിയ അടുത്ത MLA ആണ്. ചിലപ്പോ MLA ആയ ആരാ? MLA ആയി കഴിഞ്ഞ ഉടനെ ഉള്ള കയറും. അണ്ണ പരിചയപ്പെടുത്ത്. നമ്മളെ പരിചയപ്പെട്ടു. ഇത്രയൊക്കെ വലിയ ചെറുക്കൻ കല്യാണമായി ചെറുക്കൻ അല്ല പ്രഭുദേവരോട് ഇപ്പം കളിച്ചത്. പിന്നെ കല്യാണമായി ഉടനെ എല്ലാരും. അപ്പൊ ഈ പയ്യൻ ആരും നോക്കണ്ട, ബാക്കിയുള്ളവർ നോക്കിയത്. ഈ പയ്യൻ ബുക്കിടാണ്. വെളിയിൽ പരിപാടി തീരുന്നില്ല. പണിയില്ലാതെ ഒരു പണിയെടുക്കാതെ വ്ലോഗ് എടുത്തോണ്ട് നടക്കുന്ന സിബി. എടാ ഇത് വേണം കേട്ടോ. പിന്നെ മരിച്ചിരിക്കുന്നു, ഉറങ്ങിയിരിക്കുന്നു. ഇത്തിരി പിന്നെ അലങ്കാരപ്പണി കഴിഞ്ഞിരിക്കുന്നു. പള്ളിക്കത്ത് നമ്മുടെ അലങ്കാര പരിപാടികൾ. ഇനി കുറച്ച് മുകളിൽ കുറച്ച് ലൈറ്റ് വരും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി വെളിയിലാണ്. എടുത്ത് തുറന്നിരിക്കുന്ന നമ്മുടെ ആൾക്കാർ. ഇവിടെ ഒരു സംഭവം ചെയ്ത് കാണിച്ചത്. എന്തൊക്കെ സംഭവിക്കാൻ അവനിച്ചേട്ടൻ സ്നാപ്പ് എടുത്തോളൂ. പിന്നെ മിന്നുവിന് എന്താണ് പറയാനുള്ളത് ഈ ക്രിസ്മസ് ട്രീയെ കുറിച്ച്? സ്നാപ്പ് അയക്കുന്നത് വിനയിച്ചൊക്കെ അവസാനഘട്ട പരിപാടിയായി തൂക്കുന്നു. അപൂർവങ്ങളെ കാണാൻ കഴിയുന്ന കാഴ്ച. മിന്നു പണിയെടുക്കുന്നു, ഉറങ്ങി. വൈകിട്ട് തുടങ്ങിയ പരിപാടിയാണ്. വൈകിട്ട് രാത്രി മണി ഇപ്പം വെളുപ്പിന് 4 മണിയാവാറായി.
അതിലേക്ക് ക്രിസ്തു മനുഷ്യനെ നയിക്കുന്ന മനോഹരമായ ഒരു ദർശനമാണ് വെളിപാട് പുസ്തകം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അത് വേദപുസ്തകത്തിന്റെ നടുവിലുള്ള ആ പുസ്തകമാണ്. ഒന്നാമതമായ മനുഷ്യന്റെ ആ ഹൃദയത്തിന്റെ ലോലഭാവവും ഹൃദയത്തിന്റെ ആ മൃദുത്വവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതവും ക്രിസ്തീയ അതിലേക്ക് ക്രിസ്തു മനുഷ്യനെ നയിക്കുന്ന മനോഹരമായ ഒരു ദർശനമാണ് വെളിപാട് പുസ്തകം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അത് വേദപുസ്തകത്തിന്റെ നടുവിലുള്ള ആ പുസ്തകമാണ്.